ഹലോ, വെൽക്കം ടു ട്രാവൽ വിത്ത് തിര. നമുക്കിന്ന് ഫിൻലാൻഡ് കാണാൻ പോയാലോ? ഹെൽസിങ്കി എയർപോർട്ടിൽ വന്നിറങ്ങി എനിക്ക് ഹെൽസിങ്കി സിറ്റി സെൻട്രലിൽ പോകാനായിട്ട് ട്രെയിൻ എടുക്കണം. എയർപോർട്ടിൽ നിന്ന് തന്നെ ട്രെയിൻസ് അവൈലബിൾ ആണ്. എവറി 5 to 10 minutes ട്രെയിൻസ് ഉണ്ട്. ഈ ഹെൽസിങ്കിയുടെ ട്രാവൽ കാർഡ് ഓൾറെഡി എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ട്രെയിൻ, ട്രാം, മെട്രോ, ഫെറീസ് ഒക്കെ ഈസിലി അക്സസിബിൾ ആണ്. ട്രാവൽ കാർഡിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അങ്ങനെ അവിടെ നിന്നൊരു ട്രെയിൻ കയറി നേരെ ഞാൻ ഹെൽസിങ്കി സിറ്റി സെൻറ്ററിലെത്തി. ഇവിടെ നിന്നൊരു ട്രാം എടുത്തിട്ട് വേണം എൻ്റെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ റോക്ക് ചർച്ചിലെത്താൻ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ റോക്ക് ചർച്ച്. നിങ്ങൾക്ക് ഈ ചർച്ച് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, എല്ലാ ചർച്ചിനെയും പോലെയുള്ള ഇൻറ്റീരിയറോ എക്സ്റ്റീരിയറോ അല്ല ഈ റോക്ക് ചർച്ചിനുള്ളത്. ഈ ചർച്ചിൻ്റെ റോക്സ് മൊത്തം ഡേറ്റിംഗ് ബാക്ക് ടു ഐസ് ഏജ് സെഞ്ചുറിയാണ്. എന്നാൽ ഇത് ഡേ ടു ഡേ ലൈഫിൽ ഒരു വർക്കിംഗ് ചർച്ചാണ്. ഇവിടെ വെഡ്ഡിങ്സ്, പ്രേയേഴ്സ് അങ്ങനത്തെ എല്ലാം നടക്കുന്നതാണ്. ഇതിൻ്റെ സീലിംഗ് ഒരു പ്രത്യേക രീതിയിലാണ് കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് വിൻ്റർ ടൈമിൽ വാമർ എഫക്റ്റും സമ്മർ ടൈമിൽ ഒരു കൂളിംഗ് എഫക്റ്റും ഈ സീലിംഗ് കൊണ്ട് ഇതിന് നൽകാൻ കഴിയും. അതുകൊണ്ട് എല്ലാ സീസണിലും ചർച്ചിനകത്ത് അതേപോലത്തുള്ള ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. എൻട്രി ഫീ എന്ന് പറയുന്നത് €8 പെർ അഡൾട്ടിന്. ചർച്ചിൻ്റെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചർച്ചിൽ നടക്കുന്ന ഇവൻസിൻ്റെ ഷെഡ്യൂൾ അറിയാൻ പറ്റും. അതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാണ് ഈ ഓർഗൻ പ്ലേ ചെയ്യുന്നത്. അതിൻ്റെ എല്ലാ കംപ്ലീറ്റ് ലിസ്റ്റും ചർച്ചിൻ്റെ വെബ്സൈറ്റിലുണ്ട്. അതനുസരിച്ച് വരികയാണെങ്കിൽ ഇതൊരു അൺഫോർഗറ്റബിൾ ആയിട്ടുള്ളൊരു മെമ്മറി ആയിരിക്കും നിങ്ങൾക്ക്. ഈ ചർച്ച് ഹെൽസിങ്കി സിറ്റി സെൻറ്ററിൽ നിന്ന് 2 kilometers മാറിയും അതേപോലെ തന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നൈബറിൻ്റെ സെൻറ്ററിലുമാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. സോ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വഴി ഇങ്ങോട്ട് വരാനായിട്ട് ഈസിയാണ്. റോക്ക് ചർച്ചും കണ്ട് ഞാൻ ഈ ട്രാമിൽ കയറി നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനായ ഹെൽസിങ്കി പോർട്ടിലോട്ടാണ് പോകുന്നത്. ഇപ്പോൾ പോർട്ടിൽ പോകാനായിട്ട് ഹെൽസിങ്കി സിറ്റി സെൻറ്ററിൽ നിന്ന് ഒരു 10 minutes നടക്കാനുണ്ട്. ഹെൽസിങ്കി ഒരു മോഡേൺ മെട്രോ സ്കൈലൈൻ സിറ്റി ആയതുകൊണ്ട് ഓരോരോ കാഴ്ചകൾ കണ്ടും ഇവൻറ്റ്സ് കണ്ടും ഡെക്കറേഷൻസ് കണ്ടും ഇങ്ങനെ നടക്കുമ്പോൾ സമയം പോകുന്നത് അറിയത്തേയില്ല. അങ്ങനെ ഓരോ കാഴ്ചകൾ കണ്ടും ഒരു ചെറിയ പാർക്കിലൂടെ നടന്ന് ഞാൻ അങ്ങനെ നമ്മുടെ ഹെൽസിങ്കി പോർട്ടിലെത്തി. ആദ്യം തന്നെ കുറേ സ്റ്റോളുകൾ കാണാൻ പറ്റും. നമുക്കിവിടെ റെസ്റ്റോറൻറ്റ് സ്റ്റോൾസ് ഉണ്ട്. അല്ലാതെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ സുവനീസ് വാങ്ങാൻ പറ്റും. നിങ്ങൾക്ക് ഹാൻഡിക്രാഫ്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ വേണമെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റും. സോ ഹെൽസിങ്കി പോർട്ട് എന്ന് പറയുന്നത് ക്രൂസ് ഷിപ്പുകളിൽ വരുന്ന ടൂറിസ്റ്റുകളുടെ ഫിൻലാൻഡിലേക്കുള്ള മെയിൻ എൻട്രി പോയിന്റ് ആണ് ഈ ഹബ്ബ്. അങ്ങനെ സൺസെറ്റും ആസ്വദിച്ചുകൊണ്ട് പോർട്ടിൽ നിന്ന് ഞാൻ ഇങ്ങനെ നോക്കിയപ്പം അവിടെ വലിയൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചർച്ച് കണ്ട്. പക്ഷേ സൺസെറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ നാളെ പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എന്ത് ഭംഗിയായാലും നോക്കി അതിൻ്റെ ആർക്കിടെക്ചർ മൊത്തം. ഈ ചർച്ച് നോക്കി ഇങ്ങനെ നിന്നപ്പോഴാണ് ഒരു കുഞ്ഞു ടൂറിസ്റ്റ് ബോട്ട് ടൂറിസ്റ്റുകളെയും കൊണ്ട് സൺസെറ്റിന് പോകുന്നത് കണ്ടത്. അപ്പോൾ എനിക്കും തിരിച്ചു പോകാൻ സമയമായി. അപ്പോൾ അടുത്ത ഹെൽസിങ്കി വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.